അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിന് ജാമ്യം കിട്ടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി. പോലീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിനെ മോശപ്പെടുത്തുന്നുവെന്നും കോടതി വിമർശിച്ചു. കടുത്ത വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതി നടത്തിയത്. തുറന്ന കോടതിയിലായിരുന്നു കോടതി പരാമർശങ്ങൾ. ഒട്ടേറെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഡിവൈഎസ്പി എന്തുകൊണ്ടാണ് ഈ കേസിൽ മാത്രം മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നതോടെയാണ് അറസ്റ്റിലായ ദിവസം തന്നെ പ്രതിക്ക് ജാമ്യം ലഭിക്കാനിടയായത്. പ്രതി പുറത്തു പോകട്ടെ എന്ന് കരുതി ഡിവൈഎസ്പി മനഃപൂർവ്വം വീഴ്ച വരുത്തുകയായിരുന്നുവെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തര വകുപ്പിനോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നും ഡിവൈഎസ്പിയോട് കോടതി ചോദിച്ചു. തൂഫാൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, അതിന്റെ ശോഭ കെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന ഗുരുതരമായ വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഡിവൈഎസ്പിയെയും എസ്പിയെയും കോടതി ശകാരിച്ചു. ഇനി ആവർത്തിക്കില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിയമം അറിയാം എന്നിട്ടും അറിയില്ലെന്ന് ഭാവിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. എന്ത് അച്ചടക്ക നടപടിയാണ് ഡിവൈഎസ്പിക്കെതിരെ സ്വീകരിക്കുക എന്നാരാഞ്ഞ കോടതി കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമെന്നും മുന്നറിയിപ്പ് നൽകി. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിന് ഉദ്യോഗസ്ഥനെ ജഡ്ജി വിമർശിച്ചു. സുപ്രധാന കേസ് വരുമ്പോൾ എന്തിനാണ് ഓൺലൈൻ മൈക്ക് ഓഫ് ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. പിന്നീട് കോടതി ഇടപെട്ട് മൈക്ക് ഓൺ ചെയ്യിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.